ഒരു തത്തയല്ലേ, അതിനെ തിരിച്ചു കിട്ടുകയും ചെയ്തു. FIR ഇട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് കേസാക്കണ്ട. കേസാക്കണം. സുഹൃത്തെ, തന്നെ വന്ന് കയറിയതാ, ഞാൻ മോഷ്ടിച്ചതല്ല. സത്യമാണോ ഇത്? കാരണം എന്തോ എടുക്കുന്നുണ്ടു. കുപ്പി പൊതിഞ്ഞോണ്ട് പോകുന്ന ഞാൻ വിചാരിച്ചു. പരാതിയില്ലെന്ന് താനൊന്ന് എഴുതി കൊടുത്താൽ പ്രശ്നം ഇവിടെ തീരും. എന്തു പറയുന്നു? ഞാനിപ്പോ താമസിക്കണ സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞ് കോടതിയിൽ നിന്ന് എനിക്കൊരു കടലാസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നാ പരാതി പിൻവലിക്കുന്നവരെ ആലോചിക്കാം. നീ ആരുടെ മുന്നിലിരുന്നാ സംസാരിക്കുന്നതെന്ന് വല്ല വിചാരമുണ്ടോ? കുറച്ചൊക്കെ നിയമം എനിക്കറിയാം. സാറിപ്പോ താമസിക്കുന്നത് വേറെ വീട്ടിലാണെങ്കിലും തൊണ്ടി മുതൽ കിട്ടിയ വീടിന്റെ ഉടമസ്ഥൻ സാറല്ലേ, പ്രതി സാറിന്റെ മാനേരല്ലേ. ഈ ഇലക്ഷൻ അടുത്തുകിണ സമയാ. ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ നാണക്കേടാട്ടോ. നീ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. വീടിന് വാടകച്ചിട്ടുണ്ട്. പിന്നെ ഉദയൻ ചേട്ടനെ ഈ കേസിൽ അകത്താക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. ഇയാളെ എന്റെ വെറും ഒരു ജോലിക്കാരൻ മാത്രം. മരിച്ചുപോയ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഉദയേട്ടൻ അനുഗ്രഹിക്കണം. എന്താ അവിടെ ഒരു ബഹളം? എല്ലാരും ഉണ്ടല്ലോ. എന്താ ജിമ്മി സാറിനെതിരെ വല്ല ഗൂഢാലോചനയോ മറ്റോ ആണോ? സാറേ, ഈ മൈക്ക് സാങ്ഷന്റെ ഡേറ്റ് ഒന്ന് മാറ്റി തരണം. ഇത് കണ്ടപ്പോ ഞാനങ്ങ് വല്ലാതായിപ്പോയി. ചിത്രയാണ് ചെയ്തതെന്ന് വേറെ ആരും അറിയണ്ട. ഞാൻ അത് അപ്പുറത്തെ അങ്കിളിന് അയച്ചു കൊടുത്തു. ഏതെങ്കിലും ചേട്ടനിപ്പോ പോലീസ് സ്റ്റേഷനിലാണോ താമസം? താമസമൊന്നും ഇല്ലെന്നേ, പിന്നെ തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം പോണതാ. മൂന്ന് മണിക്കല്ലേ എടുക്കുന്നേ? ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. ആ കൊച്ചിന്റെ അമ്മ എങ്ങനെ ഇനിയും വരൂ? ഏയ്, വേറെ സ്ഥലം കണ്ടി പുറത്തെങ്ങാണ്ടുവാ.
കല്യാണം വരെ മാത്രമുള്ള ഒരു പ്രേമബന്ധമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പ്രേമമൊക്കെ പോയി. അവനെ ഇഷ്ടപ്പെട്ട പോലെ അവൻ്റെ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെടാൻ ആ പെൺകുട്ടിക്ക് കഴിഞ്ഞില്ല. വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല, മൊബൈലിൽ റേഞ്ചില്ല. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലുതായി. പിന്നെ ഒരു കുഞ്ഞുകൂടിയായപ്പോൾ സൗകര്യങ്ങളൊക്കെ മതിയാവാതായി. അങ്ങനാണെങ്കിൽ ലത തനിക്ക് ഭാര്യ മക്കളൊന്നുമില്ലേ? ഇല്ലെന്നേ. ഒരു കണക്കിന് നന്നായി. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ മതിയല്ലോ. വീട് നന്നാക്കാൻ കുറെ പൈസ വേണമായിരുന്നു. ജയ്പൂരിൽ ഒരു കെമിക്കൽ കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ അവൻ അങ്ങോട്ട് പോയി. അവിടുത്തെ ഏതോ എക്സിബിഷനിലെടുത്ത ഫോട്ടോ ആണ്. ഈ ഫോട്ടോ കണ്ടത് മുതൽ കൊച്ചുമോൾക്ക് ഒരേ ഒരു നിർബന്ധം, ഇതുപോലൊരു തത്ത വേണമെന്ന്. ബാക്കി ഞാൻ തന്നോളാം. ഇതൊരു 30,000 രൂപയുണ്ട്. ഇതെടുത്തിട്ട് ആ തത്ത എനിക്ക് തരണം. മരിച്ചുപോയ എന്റെ മകന്റെ ആഗ്രഹം. അച്ഛൻ തത്തയെ കൊണ്ടുവരുന്നത് കാത്ത് അവള് വീട്ടില് അവന്റെ മോൾക്ക് വേണ്ടിയാ. ഈ തത്ത എനിക്ക് തരണം. എന്റെ മകൻ പോയി. മോന്റെ ചേച്ചിക്ക് കുറെ സമ്മാനങ്ങളൊക്കെ കിട്ടൂലേ? അതേപോലെ ഒരാൾക്ക് കൊടുക്കാനുള്ള സമ്മാനമായി കൂട്. ഹലോ, താനിവിടെ പോലീസ് സ്റ്റേഷനാണോ നടത്തുന്നത് അതോ കാഴ്ച ബംഗ്ലാവോ? സോറി മാഡം, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ആനിമൽസിനെയും ഇവിടുന്ന് മാറ്റുന്നുണ്ട്. സ്റ്റോപ്പ് ഇറ്റ്. അയാൾ അതിന്റെ എല്ലാ പേപ്പറുകളും ലൈസൻസ് സബ്മിറ്റ് ചെയ്തതല്ലേ? ആ ആനിമൽ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്കാരെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അവറ്റകളെ മാറ്റണമെന്നാണല്ലോ കോർട്ട് ഓർഡർ. അവിടെ നിന്ന് അതിനെ കൊണ്ടുപോയിക്കൊള്ളാൻ ഞാൻ പറഞ്ഞു മാഡം. പക്ഷേ അവിടെ കടിക്കല്ലേ ചെവി കടിക്കല്ലേ കള്ളി. നോൺസെൻസ്. ഇവളോട് പറഞ്ഞതാ മാഡം. അതിന്റെ ഗാർഡിയനോട് എല്ലാത്തിനെയും അവിടുന്ന് കൊണ്ടുപോകാൻ പറയണം. അയാൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല മാഡം, അതാ. പിന്നെ ആ നക്ഷത്രാമയെ വിൽക്കാൻ നോക്കിയ ആളെ കോർട്ടിൽ പ്രസന്റ് ചെയ്തോ? ഇല്ല മാഡം, ആ കേസ് തള്ളിപ്പോവും. വൈ? അത് സാധാരണ ആമയായിരുന്നു. അതിനെ പെയിന്റ് അടിച്ച് നക്ഷത്രയാമയാക്കി അറബിക്ക് വിൽക്കാൻ ശ്രമിച്ചതാ. അതാ ഞാൻ പിടിച്ചത്. തനിക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനത്തെ കേസാണല്ലോ. അവിടെ മുത്തല്ലേ. എനിക്ക് ഇക്കളി സഹിക്കാം.